നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. മഹിളാ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന അരിവിലയിലും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭ്യമല്ലാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കലങ്ങളുമായി പഴയന്നൂരിലെ സപ്ലൈകോ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വില കൂടിയതിനു ശേഷവും ഈ സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങളിൽ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ വരുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസുകാർ, അമ്മമാർ, സഹോദരിമാർ ഇതുപോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. നിങ്ങൾ വില കൂടില്ലെന്ന് പറഞ്ഞു, അന്നും സാധനമില്ല. നിയമസഭയ്ക്കകത്ത് നിങ്ങൾ വില കൂട്ടാൻ തീരുമാനിച്ചു, അന്നും സാധനങ്ങളില്ല. അത് ബഹുമാനായ പാലക്കാടിന്റെ MLA ഷാഫി പറമ്പിൽ നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചൊരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ മാവേലി പേര് മാറ്റണം. കാരണം നമ്മളെല്ലാം വലിയ രീതിയിലാണ് മാവേലിയെ മഹാബലിയും കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് വെച്ച്, നമ്മുടെ വിശ്വാസത്തിന്റെയൊക്കെ ഭാഗമായി അദ്ദേഹത്തിന്റെ പേര് വെച്ച് വരുന്നവർ മുഴുവൻ ആ മാവേലി സ്റ്റോറിനെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും ചീത്ത വിളിച്ചു പോകുന്ന ഒരു അവസ്ഥ. ആ മാവേലിയെ ചീത്ത ഒഴിവാക്കാൻ അതിന്റെ പേര് മാറ്റാൻ പറഞ്ഞു. സത്യത്തില് നമുക്കറിയാം, കേരളത്തിലെ പേര് മാറ്റലിന്റെ വലിയ ഒരു ജോലിയിലാണ്. കേരയിൽ, കെ സ്റ്റോർ, അല്ലെ, കെ ഫോൺ, നീ കെ മകൻ വേണ്ടി വരും, കെ മകൻ, അങ്ങനെ കെ മകൻ ഉൾപ്പെടെ ഇതിനെല്ലാം പേര് മാറ്റി കുറേ കെ സ്റ്റോറുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര നിയോജകമണ്ഡലത്തിലും 1-2 സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തതായി കണ്ടു. ശരി, സപ്ലൈകോയിൽ വേണ്ട, റേഷൻ കടയിൽ വേണ്ട, മാവേലിയിൽ വേണ്ട, നിങ്ങളുടെ പിണറായി വിജയന്റെ പേര് പറഞ്ഞ് കെ സ്റ്റോർ എന്ന് പറയുന്ന ആ സ്റ്റോറിൽ 1 കിലോ പച്ചസാരയും അരിയും മല്ലിയും മുളകൊക്കെ കൊണ്ടുവരുമെന്ന് വയ്ക്കൂ സഖാവേ. അത് വെക്കണ്ടേ? എന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പാർട്ടി, പണിയെടുക്കുന്നവന്റെ പാർട്ടി. ഇവിടെ പാവപ്പെട്ടവനും പണിയെടുക്കുന്നവനും പോകുന്ന അവന്റെ സൂപ്പർ മാർക്കറ്റാണ്, അവന്റെ ഹൈപ്പർ മാർക്കറ്റാണ് സപ്ലൈകോ. നിങ്ങൾ വേറൊരു കാര്യം പ്രത്യേകതയുണ്ട്, ഇതിനൊരു MD വെച്ചു പുതിയതായിട്ട്. ആ MD പറയൂ, കേരളത്തില് എന്നെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ സമരത്തെ ചിത്രം പകർത്തുന്ന മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഒരു മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളെ മദ്യപിച്ച് ലക്കുകെട്ട് കൊല ചെയ്ത ആളെ ഈ സർവീസിൽ എടുക്കരുതെന്ന് പറഞ്ഞ, ഒരിക്കലും എടുക്കില്ലെന്ന് പറഞ്ഞ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും അദ്ദേഹത്തെ തിരിച്ചെടുക്കുക മാത്രമല്ല, ഇന്ന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട സിവിൽ സപ്ലൈസിന്റെ MD വെച്ചു, ശ്രീറാം വെങ്കട്ടരാമൻ, അല്ലെ. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നറിയോ? സപ്ലൈ കയറി ഫോട്ടോ എടുത്താൽ നമ്മളെ തൂക്കിക്കൊണ്ടുന്നു. മഹിളാ കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് A സൗഭാഗ്യവതി അധ്യക്ഷത വഹിച്ചു. പോത്തോട് വേദോതിയിട്ട് കാര്യമില്ല എന്നല്ലാതെ എല്ലാ തരം അഴിമതികളും ചെയ്തിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്ത് പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്ന ഒരു സർക്കാരാണ്, അതല്ലെങ്കിൽ നമ്മുടെ അധ്യക്ഷനാണ് നമ്മുടെ പിണറായി വിജയൻ. ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എന്ത് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, ആൾക്കൊരു കുഴപ്പമില്ല എന്ന അവസ്ഥയിലാണ്. എന്നാൽ അതുകൊണ്ടൊന്നും നമ്മൾ അടങ്ങിയിരിക്കില്ല എന്ന ഒരു തീരുമാനത്തോട് തന്നെയാണ് മഹിളാ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പിന്നിൽ കാണുന്ന ഈ സപ്ലൈകോയുടെ അവസ്ഥ. പല മാധ്യമ പ്രവർത്തകരും ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അതിൽ നിങ്ങൾ നിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം സർക്കാരിന്റെ ദുരവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ഒട്ടും തന്നെ ഭരണത്തിന്റെ ദുർഭരണത്തിന്റെ പച്ചയായ ചിത്രങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി പരമാവധി അത് പറഞ്ഞാൽ കേൾക്കുന്ന ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി പ്രത്യേകിച്ച് ശ്രമിക്കുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് T നിർമ്മല
മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി ഈ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ വന്ന് സാധാരണക്കാർക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ ശ്രമിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഈ സമരങ്ങൾ നിർത്തുകയുള്ളൂ. എന്തായാലും ഇതിങ്ങനെ തുടർന്നു പോകും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയുടെയും പേര് പറഞ്ഞാണ് ഈ സർക്കാർ രംഗത്ത് വന്നത്. എന്തായാലും ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച സ്ത്രീകൾ തന്നെ ഇന്ന് മനസ്സ് നൊന്തിരിക്കുകയാണ്. കാരണം അവർക്ക് മാവേലി സ്റ്റോറിൽ പോയ ഒരു സാധനം കിട്ടാനില്ല. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ 19 രൂപയുടെ അരി 25 രൂപയ്ക്ക് തൃശ്ശൂരൊക്കെ നിറയെ സ്ഥലങ്ങളിൽ സംഘപരിവാർ ആളുകൾ കൊടുത്തു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. തൃശ്ശൂരൊക്കെ ഇന്നലെയും കൂടി വിതരണം ചെയ്തിട്ടുണ്ട്. സംഘപരിവാറിന്റെ ആളുകൾ 19 രൂപയുടെ അരി 25 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നു. അത് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നമ്മുടെ മാവേലി സ്റ്റോറിൽ അരിക്കുള്ള വില, മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് ലതാ സാനു, കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് കെ പ്രകാശൻ, മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി TM രാധാമണി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് കോമള മോഹൻ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സരിത പ്രഭാകരൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VK ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, കോൺഗ്രസ് നേതാക്കളായ TR സുഗു, PVK ബാലകൃഷ്ണൻ, PK പ്രകാശൻ തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ. ഹായ്, നമസ്കാരം. ഞാൻ കല്ലുവാണ്. ചേലക്കര തോണൂർക്കര AUPS 110 വർഷങ്ങളുടെ നിറവിലാണ്. 110ാം വാർഷികാഘോഷങ്ങൾ, ഗംഭീര പരിപാടികളാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫെബ്രുവരി 29-ാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം.